ആശുപത്രിയിലെത്തി ഒരു വാക്ക് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുമെല്ലാം ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ആരാണ് വ്യക്തിപരമായി ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ, ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിൻ്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല. മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ, അവരോട് രാജി ആവശ്യപ്പെടാൻ, പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ്. അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട്, കട്ടവന്മാർ സർക്കാരിലുമുണ്ട്, കൊള്ളയിൽ പങ്കുപറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നത്.